ജലഗതാഗത വകുപ്പിന്റെ A89 യാത്രാ ബോട്ടാണ് വൻ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വൈകിട്ട് 3:30 യാത്ര ആരംഭിച്ച ബോട്ട് വേമ്പനാട് കായലിൽ എംബാർക്കേഷൻ ജെട്ടിക്ക് സമീപം എത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. കൊച്ചിയിലെത്തിയ ആഡംബര കപ്പലായ സോൾസ്റ്റിസിനും നിർത്തിയിട്ടിരുന്ന ഇന്ത്യൻ നേവിയുടെ വിരാടിനും ഇടയിലൂടെയാണ് ബോട്ട് സഞ്ചരിച്ചിരുന്നത്. സോൾസ്റ്റിസ് യാത്ര പുറപ്പെടുമ്പോഴുണ്ടായ ഓളത്തള്ളലിൽപ്പെട്ട് യാത്രാ ബോട്ട് വിരാടിൽ ഇടിക്കുകയായിരുന്നു. 20 മിനിറ്റോളം ബോട്ട് കപ്പലിൽ തട്ടി ചെരിഞ്ഞു നിന്നതായി യാത്രക്കാർ പറഞ്ഞു. ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. ഡ്രൈവർ ആ സർവീസിൽ നിന്ന് അവർ സസ്പെൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ഉത്തരവാദിത്തം ഇല്ലാത്തവരെ ബോട്ടിൽ ജീവനക്കാരായി നിർത്തരുത്. ഇപ്പൊ വന്നാൽ നിങ്ങൾ ആളുണ്ടാവുന്നൊക്കെ ആ ഡ്രൈവർ അറിഞ്ഞുകൊണ്ടല്ല ഇതെടുക്കണേ. എന്നിട്ട് അവർ ഈ അറിഞ്ഞുകൊണ്ട് ഈ രണ്ട് കപ്പലിന്റെ ഇടയിൽ കൂടി ബോട്ട് എടുക്കാൻ പാടിണ്ടോ? ഡ്രൈവറിന്റെ അടുത്ത് എല്ലാവരും പറയുകയും ചെയ്ത് ആ വഴി പോകരുത്, ഷിപ്പ് ഒന്ന് ഇതായി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും പുള്ളി അത് കേട്ടില്ല. ഞങ്ങൾ ഇത്രയും പേരെ ജീവൻ നോക്കാണ്ട് പുള്ളി അതിലേക്ക് എടുത്തോണ്ടും പോയി. ഇത്തിരി ഒരു സ്പീഡ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇത്രയും പേർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാനെ. അപകടം നടക്കുമ്പോൾ 4 ജീവനക്കാരും 80-ലേറെ യാത്രക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 3:30 മണിക്ക് വൈപ്പിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന ബോട്ട് എംബാർക്കേഷൻ ജെട്ടി കഴിഞ്ഞപ്പോൾ യാത്രാ കപ്പൽ തിരിക്കുന്നതിൻ്റെ ഓളത്തള്ളിൽപ്പെട്ട് INS വിരാടിൽ പോയി ചാരി. യാത്രക്കാർ പരിഭ്രാന്തരായി. ബോട്ടിൽ ചെറിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. മറ്റാർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. രക്തസമ്മർദ്ദം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്രാങ്കിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സുവി വിശ്വനാഥൻ, കൊച്ചി, ഇന്ത്യ വിഷൻ.